മാരിനേറ്റ് ചെയ്ത ചിക്കൻ. പിന്നെ കുറച്ച് ചിക്കനാണ്. ചിക്കൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ എടുത്തിട്ട് പിന്നെ നമ്മൾ അതിൽ കുറച്ച് മുളക് പൊടി ഇടണം. കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഇടുന്നത് കുരുമുളകും കുറച്ച് വെളിച്ചെണ്ണ. കുരുമുളക് ക്രഷ് ചെയ്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ ഒഴിക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ കുറച്ച് കോൺഫ്ലോർ ഒരു സ്പൂണിലെടുത്തിട്ട് അത് കുറച്ച് ഇതിട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം കോൺഫ്ലോർ എല്ലാവർക്കും അറിയാമല്ലോ. അത് കോൺഫ്ലോർ കുറച്ച് എടുത്തിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് വിനിഗർ ഇതിലൊഴിക്കും. ഒരു സ്പൂൺ വിനിഗർ ഇതിലൊഴിച്ചാൽ മതി. അത് വെച്ചിട്ട് മിക്സ് ചെയ്യില്ല. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മൾ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മസാലയാണ്. അതിന് ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ ബോംബെ നിന്നൊക്കെ എല്ലാവരും കൊണ്ടുവരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ മസാല ഒരു ലേശം നന്നായിട്ട് പൊടിച്ചത് അത് അങ്ങനെ ഒരു റോളായിട്ടത് കിട്ടും. അപ്പോൾ അത് ഇതിലൊരു ലേശം ചേർക്കും. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വയ്ക്കുക. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഇത് വയ്ക്കുകയാണ്. വച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമ്മൾ വയ്ക്കുന്നു. വെറും വിനിഗറല്ല, ആപ്പിൾ സൈഡർ വിനിഗർ, അതാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ പ്രിപ്പയർ ചെയ്യാൻ ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക, നല്ലത്. എന്നിട്ട് കുറച്ച് സവാള ഇട്ടിട്ട് വഴറ്റുക. സവാള വഴറ്റുമ്പോൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ മുളക്, മല്ലി അതൊക്കെ അതിലേക്ക് ഇടുന്നത്. കുറച്ച് മുളക് എടുത്തിട്ടിടുക. മുളക് പൊടി അധികം ഇടണ്ട, മറ്റേലിട്ടുള്ള കാരണം അധികം ഇടണ്ട. കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ടു. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ആ മസാല ഉണ്ടല്ലോ, കാശ്മീർ മസാല, അത് കുറച്ച് ഇടുക. ആ കാശ്മീർ മസാല കുറച്ച് അതിലേക്കിടുക. കാശ്മീർ മസാല അതിലേക്ക് കുറച്ചിടുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ തക്കാളി, പച്ചമുളക്, ഇഞ്ചി വരണയൊക്കെ കൂടിയിട്ട് ഇതിലേക്ക് ചേരുക. വെള്ളുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി എല്ലാം കൂടിയിട്ട് പിന്നെ ഇതിലേക്ക് ചേരുന്നത്. അതൊന്ന് താളി വന്നതിന് ശേഷം നന്നായിട്ട് താളിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ
ഈ ചിക്കൻ എടുത്തിട്ട്, അപ്പോൾ ആ ചിക്കൻ അത് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നന്നായിട്ട് താളിച്ച് വരുമ്പോൾ ഈ ചിക്കൻ എടുത്തിട്ട് ഇതിലിടുക. അപ്പം അതിലെല്ലാം ഒരുവിധം ഉണ്ട്. പിന്നെ ഈ ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി, ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. പിന്നെ സബോള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പിട്ടു. ഉപ്പിട്ടതിന് ശേഷം ഇതിൽ ഹൈലൈറ്റ് ഇതാണ്, ഇത് മസാല നമ്മുടെ കാശ്മീർ മസാലയാണ് ഇതിൽ. അതുപോലെ മാരിനേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് കുറച്ച് സമയം മൂടി വയ്ക്കുക. മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട മസാല ബോംബെ അല്ല കാശ്മീർ മസാലയാണ്. കാശ്മീർ മസാല ഇട്ട് അതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം സമയം 20 മിനിറ്റാണ് അതിൻ്റെ കണക്ക്. കുറച്ച് ലോ ഫ്ലെയിമിൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നോൺ സ്റ്റിക്കിൽ വെക്കുകയാണ്. പിന്നെ അതിൽ കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കുക. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പ്രത്യേകത അതിൽ അധികം വെളിച്ചെണ്ണ വേണ്ടി വരില്ല, എണ്ണ അധികം യൂസ് ചെയ്യേണ്ടി വരില്ല. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതധികം വേണ്ടി വരില്ല നോൺ സ്റ്റിക്കിൽ. നമുക്കറിയാമല്ലോ വേഗം ഒരു 20 മിനിറ്റ് നേരം വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അത് കുറച്ചുകൂടെ നല്ല രുചികരമാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീണ്ടും മൂടി വയ്ക്കുക, ഇടയ്ക്കെടുത്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ സെർവ് ചെയ്തു. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആ മസാല, കാശ്മീരിലെ മസാല ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ കളറ് നോക്കും, വളരെ ഭംഗിയുള്ളൊരു കളറാണ്. നമ്മളൊക്കെ വയ്ക്കുമ്പോൾ സാധാ മസാല ഉപയോഗിക്കുമ്പോൾ വേറെ നിറം കിട്ടുക. ഇതിന് ഒരു പ്രത്യേക കളറാണ് അതിന് കിട്ടുന്നത്. എന്നിട്ട് അത് നമുക്ക് മൂടി വയ്ക്കാം, വേഗം കഴിക്കാം, അധികം താമസിയാതെ കഴിക്കുകയും ചെയ്യാം. ഈ കളറിന് പ്രത്യേകത ഉണ്ട്, രുചിയിലും വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റാണ് മസാല ഉപയോഗിച്ചത് കൊണ്ട് കേട്ടോ. അപ്പോൾ ചാട്ടല്ല കേട്ടോ, മറ്റേ കാശ്മീർ മസാല ഉപയോഗിക്കുക. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ കളറുണ്ട്, ആ കളറ് നമുക്ക് കിട്ടില്ല. നമ്മുടെ മസാല ഏലക്കായ, ഗ്രാമ്പൂ, കുരുമുളകൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ഇലമംഗലമൊക്കെ ആകുമ്പോൾ വേറെ കളറ്. ഇത് അതൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും വേറെ പ്രത്യേകതയുണ്ട് ഇതിന്. ടേസ്റ്റാണ്, നല്ല കളറാണ് ഇതിൻ്റെ ഭംഗി. ഓക്കെ, എൻ്റെ ചിക്കൻ കറി റെഡിയായി. എനിക്കിന്നൊരു ഗസ്റ്റിനെ കിട്ടിയല്ലോ. ലിൻസി മോള് വന്നു. എൻ്റെ മാക്സ് എന്തായിരുന്നു ഓട്ടം. അപ്പോൾ ലിൻസിനെ കിട്ടി. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. സൂപ്പർ ചിക്കൻ കറി, നല്ല ടേസ്റ്റില്ലേ. അതിൻ്റെ കളറാണ് ഭംഗി. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കളറ് നല്ല രസമായിട്ടുണ്ട്. അത് ആ മസാലയുടെ കാശ്മീരി മസാല അതിൽ യൂസ് ചെയ്ത് സൂപ്പറായിട്ടില്ലേ. ഓക്കേ, അപ്പോൾ ഇന്നത്തെ ചിക്കൻ അടിപൊളിയായിരുന്നാണ് ലിൻസി പറയണത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. എനിക്കൊരു വിരുന്നിനെ കിട്ടി, വിരുന്നുകാരത്തിനെ കിട്ടി. അല്ല ലിൻസി? അതെ അതെ. അങ്ങനെ വിശേഷങ്ങൾ. പിന്നെ ഡാർവിൻ ഹീസ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഡാർവിൻ. ഡാർവിൻ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഹോളിഡേ നോക്കിയിട്ട് വേണം വരാൻ. ഓക്കെ.